ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും സെപ്റ്റംബർ 29 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയും യേശുവിൽ വിശ്വസിക്കുന്നതാണ് ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തീയത എന്ന് പറയുന്നത് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. അനുഭവങ്ങളില്ല എങ്കിൽ ക്രിസ്തീയത എന്ന് പറയുന്നതും സാധാ പോലെ ഒരു കഥയായി മാറുകയാണ്. നമ്മളൊരു കഥയിലല്ല ജീവിക്കുന്നത്, നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയാവുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് യേശുവിനെ അനുഭവിക്കാം, യേശുവിനോട് സംസാരിക്കാം, യേശുവിൽ നിന്ന് കേൾക്കാം. വ്യത്യസ്തമായൊരു അനുഭവത്തിലേക്കാണ് കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഇന്നത്തെ മെസ്സേജ് നിങ്ങളെ അടുത്തൊരു നിലവാരത്തിലേക്ക് ഉയർത്തട്ടെ. കർത്താവിനോടുള്ള ബന്ധത്തിൽ വിശ്വാസത്തോടായിരുന്നാട്ടെ. ശ്രദ്ധയോടെ കേൾക്കാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ അവസാന വാക്യം വരെ വായിക്കണം. ഇന്ന് ഒരു പ്രാവശ്യം വായിക്കരുത്, പല പ്രാവശ്യം വായിക്കണം. കാരണം ഞാൻ ഈ വാക്യം വായിച്ചുകൊണ്ടിരിക്കും, 24-1 മുതൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിയ കല്ലറയുടെ അടുക്കൽ ചെല്ലുക, കല്ലുരുണ്ടിരിക്കുക, രണ്ടും മിന്നുന്ന വേഷമുള്ള ആളുകൾ മറിയോട് സംസാരിക്കാൻ തുടങ്ങുക. ഞാനത് കണ്ടപ്പോൾ, ഞാനത് വായിച്ചപ്പോൾ ഞാൻ ലിറ്ററലി എൻ്റെ കണ്ണുകൊണ്ട് കാണുക ആ സംഭവിക്കുന്നതല്ല. നിങ്ങൾക്കും ആ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. മറിയ യേശുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ട് നേരെ വേഗത്തിൽ പത്രോസിന്റെ അടുക്കലും ശിഷ്യന്മാരുടെ അടുക്കലും വരുക. 11-ാമത്തെ വാക്യം നിങ്ങൾക്കൊന്ന് വായിക്കാം. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. അവർക്ക് കേട്ടപ്പോ എന്തോ ഒരു കെട്ടിച്ചമച്ച കഥ പോലെ അവർക്ക് തോന്നിയത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അനുഭവങ്ങളില്ലെങ്കിൽ ഇത് നിങ്ങൾക്കും ഒരു കഥയായിരിക്കും. ഇത്രയൊക്കെ അത് പറയാൻ ഒക്കത്തില്ല. അടുത്തിരിക്കുന്ന ഒരാളെ കൈ എടുത്തിട്ട് പറ, അനുഭവങ്ങളില്ലെങ്കിൽ ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു കഥയാണ്. ഒരു പുരുഷനെ കൂടാതെ ഒരു സ്ത്രീ പ്രസവിക്കുന്നു, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു, ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നു, മരിക്കുന്നു, 3-ാം ദിവസം എഴുന്നേൽക്കുന്നു. എല്ലാം ഒരു കഥയാ. ക്രിസ്ത്യാനിക്ക് ഇപ്പോഴും അത് കഥയാ. അനുഭവം ഇല്ലാത്തവർക്ക് അതിപ്പോഴും കഥയാ. പക്ഷേ അതിന് നടുവിലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് അനുഭവത്തെ കൊടുക്കുമ്പോഴാണ് ആ കഥ മാറിയിട്ട് അത് യാഥാർത്ഥ്യമാകുന്നേ. മറിയയ്ക്ക് ഇപ്പോൾ അത് കഥയല്ല. അവള് ഭിന്നുന്ന 2 വേഷമുള്ള ആളുകളുടെ നടുവിൽ യേശുവിന്റെ ലിനൻ ക്ലോത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് അവൾ കണ്ടതാ. അവൾ ഓടിയിട്ട് പറഞ്ഞു, ഞാൻ കണ്ടു. അവര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തോ ആടി പറയുന്നേ? നിങ്ങൾ ആ സീനൊന്ന് ചിന്തിച്ചു നോക്കിയേ. പത്രോസിനൊരു ഡൗട്ട് കയറി അടിച്ചു. പത്രോസ് അപ്പോൾ തന്നെ എഴുന്നേറ്റു, ഓടി എവിടെ ചെന്നു? കല്ലറയ്ക്ക് ചെന്നു. പുള്ളിക്ക് ഇങ്ങനൊരു വിസിറ്റേഷൻ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ശവത്തിൽ ചുറ്റിയിരുന്ന ലിനൻ ക്ലോത്ത് അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്ന കണ്ടു. അവന് എന്തോ പന്തികേട് മനസ്സിലായി. നിങ്ങൾക്ക് എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? 24-ാം അധ്യായം വീണ്ടും വിശദീകരിക്കുക, സംഭവങ്ങളെ ചുരുളടിക്കുക. ശിഷ്യന്മാരിൽ 2 പേർ ഇത് എമ്മാവൂസിലേക്ക് പോകുന്നു. അവരുടെ നടുവിൽ യേശു കൂടെ നടന്നു.
യേശു അവരോട് സംസാരിക്കുന്നു. അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നത് അവരും കേട്ടിട്ടുണ്ട്, പക്ഷേ യേശുവിനെ അവർക്ക് മനസ്സിലായില്ല. പക്ഷേ അന്ന് സത്രത്തിൽ വെച്ച് ആ അപ്പം നുറുക്കുന്നതോടുകൂടെ അവരുടെ കണ്ണു തുറന്നു. അത് യേശു എന്ന് അവർക്ക് മനസ്സിലായി. അവർ എമ്മാവുസിലേക്കുള്ള പോക്ക് നിർത്തി നേരെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി. ശിഷ്യന്മാരുമായിട്ട് പത്രോസ് അന്ന് ആ സമയത്ത് പങ്കുവയ്ക്കുകയാ. പത്രോസ് പങ്കുവയ്ക്കുന്നതിന്റെ ഇടയിലേക്ക് ഇവരും ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളും യേശുവിനെ കണ്ടു. ബാക്കി 11 പേരുടെ ഗതികേടൊന്ന് ചിന്തിച്ചു നോക്കിയേ. കൂടെ നടന്ന ആളുകൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല. പക്ഷെ എമ്മാവുസിലേക്ക് പോയ 2 പേർക്ക് എന്ത് കേട്ടിരിക്കുവോ? മറിയക്ക് എന്ത് കേട്ടിരിക്കുവോ? Are you listening? പെട്ടെന്ന് അതിന്റെ നടുവിലേക്ക് യേശു വന്നിട്ട് പറഞ്ഞു, സമാധാനം. എന്നാ സീനൊന്ന് ചിന്തിക്കാമോ നിങ്ങൾക്ക്? ഞാൻ അവിടെ ഇരുന്ന് കർത്താവിനോട് പറഞ്ഞു, അത് പന്തിപക്ഷവാ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇതുവരെ നീ സമാധാനം വന്നിട്ട് നേരിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ വിശ്വസിക്കാത്ത അവർക്ക് നേരിട്ട് എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടെ നടന്ന് പറഞ്ഞിട്ട്, കൂടെ നടന്ന് ചെയ്തിട്ട് പോലും അവർക്ക് വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ കാണാതെ വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. സ്വർഗ്ഗം എന്നോടൊരു മറുപടി പറഞ്ഞു, എടാ നിന്റെ തലയിൽ കയറിയതല്ലടാ അത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ തലയിലുള്ള ചിന്തയല്ലേ അത്. ആ ചിന്തകൾ മറ്റാരൊക്കെയോ എന്റെ തലയിൽ ഫീഡ് ചെയ്തതാ. He's ready to reveal. അവനെ തന്നെ വെളിപ്പെടുത്താൻ റെഡിയാ. ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ശബ്ദമേർന്നൊരു ഹല്ലേലൂയ പറ. യേശുവിന്റെ ശിഷ്യന്മാരുടെ യോജകം, ശിഷ്യന്മാരിൽ എല്ലാവരും ആ സമയത്ത് ഉണ്ടായിരുന്നു? ഇല്ല. ദിദിമോസ് എന്ന തോമസ് അവിടെ ഇല്ല. കർത്താവ് 5-6 ദിവസം കഴിഞ്ഞപ്പോ തോമസ് ഇരിക്കുന്നതിന്റെ നടുവിലായിട്ട് പറഞ്ഞു, തോമസേ ആ കൈ നീട്ടി എന്നെ ഒന്ന് തൊടടാ, വലിയ ആവശ്യം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ കണ്ടില്ലേ, നീ ഇനി കാണണ്ട, കാണാതെ വിശ്വസിച്ചാൽ മതി എന്ന് യോഹന്നാനോട് തോമസിനോട് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ പോലെ വിട്ടാ പോരായിരുന്നു. യേശുവിന് മനസ്സിലായി, അനുഭവങ്ങൾക്ക് മാത്രമേ ചിലതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യേശുവിന് അതറിയാമായിരുന്നു. നമ്മുടെ സഭയ്ക്കാണ് അത് മനസ്സിലാവാഞ്ഞത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുന്നു? നിങ്ങളുടെ അകത്തേക്ക് കർത്താവ് ശിഷ്യന്മാരോട് അങ്ങനെ ചെയ്തുവെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? എന്തുകൊണ്ട് എന്നോട് അങ്ങനെ ചെയ്തുകൂടാ? എന്തുകൊണ്ട് ദൈവം എനിക്കങ്ങനെ സന്ദർശിച്ചുകൂടാ? പെട്ടെന്ന് നിങ്ങളുടെ അകത്തേക്ക് ഒരു സംശയം വരാം, കർത്താവേ അത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കല്ലേ? ശ്രദ്ധിക്കൂ, 1 കൊരിന്ത്യർ 15:3 മുതലുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുക. യേശുവിന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടതുപോലെ ആ ദിവസം 500ഓളം പേർക്ക് ഒരുമിച്ച് കർത്താവ് പ്രത്യക്ഷനായി. നിങ്ങളുടെ കയ്യടി കേട്ടിട്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ. നിങ്ങൾ എൻ്റെ ഒപ്പത്തേക്ക് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, 500ഓളം പേർക്ക് കർത്താവ് പ്രത്യക്ഷനായി. 500ഓളം പേർക്ക് കർത്താവ് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 13:30 ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോട് കൂടെ ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. He is ready to reveal. അവൻ റെഡിയാണ് പ്രത്യക്ഷനാകാൻ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ശബ്ദമേർന്നൊരു ഹല്ലേലൂയ പറ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ട് നീ പ്രത്യക്ഷനായി? ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ പ്രത്യക്ഷനായ ശിഷ്യന്മാരെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നേരെ മീൻ പിടിക്കാൻ വീണ്ടും പോയി. അടുത്തിരിക്കുന്നവരോട് പറ. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവന്മാരെന്തുവോ ഇത്രയും കർത്താവ് വെളിപ്പെട്ടിട്ടും ശിഷ്യന്മാരെന്തിനാ മീൻ പിടിക്കാൻ പോയി? ജിജോ നീ പോവായിരുന്നോ? കർത്താവ് 2 പ്രാവശ്യം 3 പ്രാവശ്യം വെളിപ്പെട്ടിട്ട് പത്രോസ് 3 പ്രാവശ്യം പത്രോസിനെ ആൾറെഡി കണ്ടു. എന്നിട്ട് ഇവനെന്ത് ചെയ്തു? പിന്മാറി മീൻ പിടിക്കാൻ പോയി. ഞാൻ ചോദിക്കാറുണ്ട്, കർത്താവ് വായി പറയട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്കിന്നൊരു കാര്യം അറിയാം. ജീവനോടിരുന്ന സമയത്ത് ശിഷ്യന്മാർക്കൊരു കാര്യം അറിയായിരുന്നു, അവൻ അപ്പം വർദ്ധിപ്പിക്കാമായിരുന്നു. ജീവനോട് കൂടിയിരുന്നപ്പോൾ അവർക്കറിയാമായിരുന്നു, അവരെ പറഞ്ഞു വിട്ടപ്പോൾ അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റി. ജീവനോടിരുന്നപ്പോ അവർക്ക് മനസ്സിലായിരുന്നു, യേശുവിനെ മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റി. അത് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരോട് പറയുക, വലയിറക്കുക എന്ന് പറഞ്ഞ ജീവിച്ചിരിക്കുമ്പോൾ
അവർക്ക് വേണ്ടി എന്തു ചെയ്തോ അത് മരിച്ചിട്ട് ഉയർത്തതിന് ശേഷവും അവൻ പ്രത്യക്ഷമായി ചെയ്യുകയാണ്. എന്റെ പ്രതീക്ഷ ഞാൻ പറയട്ടെ, പെട്ടെന്ന് ആ അത്ഭുതം നടക്കുമ്പോൾ ശിഷ്യന്മാരുടെ അകത്തേക്ക് ഒരു കാര്യം വന്നു കാണും. യേശു പറഞ്ഞത്, ഞാൻ മരിച്ചതിന് ശേഷം ഉയർത്തതിന് ശേഷം ഞാൻ ചെയ്തത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതിന്റെ 1000 ഇരട്ടി ചെയ്യാൻ പോകുക. കാരണം ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോകാൻ പോയാൽ, സ്വർഗത്തിലേക്ക് കടന്നാൽ, എന്റെ ഒപ്പത്തിയവർക്ക് കൈയടിക്കാം, ആമേൻ പറയാം. ഇവിടെ ഞാൻ നിങ്ങളെ കൊണ്ട് ഞാൻ ജീവനോടിരുന്നപ്പോൾ ചെയ്യിച്ചതല്ല, അതൊരു സാമ്പിൾ വെടിക്കെട്ടാണെങ്കിൽ അടുത്തിരിക്കുന്നവരോട് പറ, ഉയർത്തെഴുന്നേറ്റതിനു ശേഷം തൃശ്ശൂർ പൂരം വരാൻ പോവാ. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറ. ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് ചെറുത് മാത്രമാ, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് പോയാൽ, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ, ഞാൻ അവിടെ വാഴാൻ തുടങ്ങിയാൽ ഈ സ്ഥിതിയുടെ കളർ മാറും, ഈ രീതിയുടെ കളർ മാറും. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഇവിടുന്ന് ഞാൻ പോയാൽ നിങ്ങൾ അധികം ചെയ്യാൻ തുടങ്ങും. കാരണം എന്തുവാ? ഇപ്പൊ ഞാൻ ചെയ്തതിനേക്കാൾ അധികം ഞാൻ അവന്റെ അടുത്ത് ചെന്നേ ചെയ്യാൻ പറ്റും. ഇവിടെ വെച്ച് തന്നെ കുഞ്ഞാടായിരിക്കുമ്പോൾ തന്നെ ഒരു ഭൂതവും അവന്റെ മുമ്പിൽ നിന്നില്ല എങ്കിൽ, ഇപ്പോൾ അവൻ കുഞ്ഞാടല്ല, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുമ്പോ ആരാ ഒന്ന് മുമ്പിൽ നിൽക്കുന്നേ? എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. അവൻ സാധാരണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോ പോലും യേശുവിന്റെ അടുക്കൽ ഒരു ഭൂതവും നിന്നില്ല. എങ്കിൽ ഇപ്പോൾ അവൻ മനുഷ്യന് മാത്രമല്ല, മനുഷ്യപുത്രനല്ല, അവൻ ദൈവപുത്രൻ എന്ന പദവിയിലേക്ക്, രാജാധിരാജാവ് എന്ന പദവിയിലേക്ക് അവൻ ഉയർന്നു കഴിഞ്ഞു. എങ്കിൽ ഏത് ശക്തിയാ നിൽക്കുന്നത്? അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ശിഷ്യന്മാരെ കൊണ്ട് അവൻ പറഞ്ഞയച്ച് ഭൂതങ്ങളെ പുറത്താക്കിയെങ്കിൽ, ഇപ്പോൾ അവൻ ഇരിക്കുന്നത് ആ സ്റ്റാൻഡേർഡിലല്ല, രാജാധിരാജാവിന്റെ സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ എത്രയധികം ചെയ്യണം? മർക്കോസ് 16 അതിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ നേരത്തെ വായിക്കുന്ന പോലെയല്ലേ ഇപ്പൊ എനിക്ക് അവിടെ എഴുതിയിരിക്കുന്നത്? അവർ പ്രസംഗിച്ചു. ആ വാക്യം ഒന്ന് വായിക്കുക. കർത്താവായ യേശു ഉയർത്തെഴുന്നതിന് ശേഷം 20ാമത്തെ വാക്യം വായിക്കേ. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. കണ്ടോ, ഞാൻ നേരത്തെ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു എന്ന് വിചാരിക്കുന്നത് ഞങ്ങളിത് അനുഭവിക്കുന്ന അദൃശ്യമായ കരങ്ങളിലായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇപ്പോ എന്റെ ചിന്ത അങ്ങനെയല്ല. ഇപ്പൊ അങ്ങനെയല്ല. ഗലീലയുടെ തീരത്ത് ശിഷ്യന്മാർക്ക് മീൻ പിടിക്കാൻ വെളിപ്പെട്ട അതേ കർത്താവ്, അതേ കർത്താവ്, അതേ കർത്താവ്, അതേ യേശു ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയുടെ ഒപ്പം. നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ ശ്രദ്ധിക്കുന്നേ. ചർച്ച അങ്ങനെ ഒരു ഡിഗ്രിയിലേക്ക് കടക്കാൻ പോവാ. ചർച്ച അങ്ങനെ ഒരു പ്രൊസിഷനിലേക്ക് കടക്കാൻ പോവാ. ചർച്ചിനി പോ ചെയ്യുന്ന രോഗശാന്തി അല്ല തോളി, യേശു തന്നെ മാനിഫെസ്റ്റഡ് ആകുന്ന, യേശു തന്നെ വെളിപ്പെടുന്ന ഒരു സീസൺ എഴുന്നേറ്റ് വരുന്നു. ഒരു സീസൺ എഴുന്നേറ്റ് വരുന്നു. അവർ വചനം പ്രസംഗിച്ചു, യേശു അവരോട് കൂടെ പ്രവർത്തിച്ചു. ഞാനിപ്പോൾ യേശു പ്രവർത്തിച്ച രീതിക്ക്, എൻ്റെ ഉള്ളിൽ തോന്നുന്ന രീതിക്ക് മാറ്റം ഉണ്ടായി. ലിറ്ററലി അവരോട് കൂടെ യേശു ചലിച്ചു. നമ്മുടെ അകത്ത് എവിടെയോ കേറിക്കൂടിയ ചില തെറ്റായ ചിന്തകളുണ്ട്. അനുഭവങ്ങൾ വേണ്ട. അങ്ങനെയുള്ള സന്ദർശനം ചിലർക്കേ ഉള്ളൂ. അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ഒന്ന് തരാൻ റെഡിയാ കർത്താവ്. ഐ എം സോ ഹാപ്പി. എനിക്ക് ഈ ജൂൺ ജൂലൈയിൽ നടക്കാൻ പോകുന്ന എന്താന്ന് ഒരു അവ്യക്തതയുള്ളൂ. പക്ഷേ ഇപ്പൊ ഹാർട്ട് എന്ന് പറയാം, ഇപ്പൊ എനിക്ക് വ്യക്തതയുണ്ട്. ജൂലൈ കൊണ്ട് നിന്നു പോകുന്നല്ല എന്റെ അർത്ഥം കേട്ടോ. ഈ മാസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്ന, സഭയിൽ ദൈവം ചെയ്യാൻ പോകുന്ന അപ്ഗ്രേഡ് എന്താന്ന് എനിക്കെന്നറിയാം. Something supernatural is coming. ഒന്ന് ചാടി എഴുന്നേറ്റ് തുള്ളി ചാടിയിട്ട് പറ, Something supernatural is coming.
ഓ സൂപ്പർ നാച്ചുറൽസ് കമ്മിങ്. അസാധാരണമായത് വരുന്നു, അസാധാരണമായത് വരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് വരുന്നു, ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്തത് വരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് വരുന്നു. ഞാൻ ഇന്തോനേഷ്യയിലെ ഒരു സഭയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 1000-ഓളം പേര് അവിടെ ഉണ്ട്. പക്ഷെ അതിലെല്ലാവരും തന്നെ യേശു ദർശനത്തിൽ, വെളിപ്പാടിൽ യേശു ഡയറക്റ്റ് സംസാരിച്ചു വന്ന ആളുകളാ. എന്റെ ചർച്ചിലെ ആസിഫ് എന്ന് പറഞ്ഞ ഒരു സഹോദരനുണ്ട്. ചർച്ചിന്റെ ഒത്തിരി കാര്യങ്ങളെ സഹായിക്കുന്നൊരു കുടുംബം. ഇപ്പോഴും അദ്ദേഹം ബിസിനസ് ചെയ്യുക. പക്ഷെ നേരിട്ടൊരിക്കൽ വെളിച്ചമായൊരു മനുഷ്യൻ ചെന്നു അയാളുടെ അടുക്കൽ. ആർക്കും മാറ്റാൻ കഴിയാത്തവരെ മാറ്റാൻ നേരിട്ട് കൊടുക്കുന്ന ദർശനമുള്ളതാണ്. He's alive. He's alive. Something is going on. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക. കുറച്ചും കൂടെ പറയണമെന്നുണ്ട്. സോളി പറഞ്ഞു കാണുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ നമ്മുടെ അകത്ത് ഇങ്ങനെയുള്ളൊരു ചിന്തകളേ ഇല്ല. ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ സന്ദർശനം ആവശ്യമായിരുന്നുവെങ്കിൽ എത്രയധികം നമുക്ക് അവൻ്റെ സന്ദർശനം ഈ കാലഘട്ടത്തിൽ വേണം. അടുത്തിരിക്കുന്നവരോട് ചോദിക്കേ, ശിഷ്യന്മാർക്ക് അവൻ്റെ സന്ദർശനം അന്ന് ആവശ്യമായിരുന്നുവെങ്കിൽ എത്രയധികം നമുക്ക് അവൻ്റെ സന്ദർശനം ആവശ്യമാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറ. വണ്ടർഫുൾ ജീസസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ദൈവം ഇടപെട്ടൊരു വാചകം പറയട്ടെ. നിങ്ങൾക്ക് ശ്വാസം പോകുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ഹല്ലേലൂയ പറയാവോ? യേശു കർത്താവ് 500 പേർക്ക് ഒരേപോലെ പ്രത്യക്ഷമായി. യേശു ആയിരിക്കുന്നത് പോലെയാ നമ്മൾ ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം നടന്നവരായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവർക്ക് യേശുവിൻ്റെ ഉയർപ്പിനെ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ ചില സന്ദർശനങ്ങൾ ആവശ്യമായിരുന്നു. അവർക്കത് ആവശ്യമായിരുന്നുവെങ്കിൽ നമ്മൾക്കും അത് ആവശ്യമാണ്. കർത്താവിനോട് ചോദിച്ചാട്ടെ, ആ സന്ദർശനത്തെ അയക്കാനായി ചോദിച്ചാട്ടെ, ആ അനുഭവങ്ങളെ നിങ്ങളുടെ ലൈഫിൽ തരാനായിട്ട് ചോദിച്ചാട്ടെ. നമുക്ക് ജീവിക്കുന്നൊരു കർത്താവിനെ അനുഭവിച്ച് ജീവിക്കാം. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറിന്റെ പേര് അപ്പുണ്ണി എന്നാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന സ്ഥലത്ത് നിന്നാണ് ബ്രദർ വരുന്നത്. അപ്പുണ്ണിയാണ്, മലപ്പുറത്തിൽ നിന്നാണ് വരുന്നത്. മലപ്പുറത്ത് നിന്നാണ്. ബ്രദറിന് പറയാനുള്ള സാക്ഷ്യം, 1.5 മാസത്തോളം ഉണ്ടായിരുന്ന കാലിലെ നീരും വേദനയും നമ്മുടെ ഹാർവസ്റ്റ് TV കണ്ടിട്ട് ബ്രദറിന് സൗഖ്യമായി, കർത്താവ് സൗഖ്യമാക്കി അത്ഭുത സാക്ഷ്യമാണ് ബ്രദറിന് പറയാനുള്ളത്. 1.5 മാസം മുൻപ് ഒരു കാലിൽ നീരും പുകച്ചിലും ഉണ്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റേ കാലിലും വന്നു. പകൽ മുഴുവൻ ജോലി ചെയ്യും, രാത്രി വേദനയും നീരും കൂടുതലായിരിക്കും. അങ്ങനെ വല്ലാതെ ബ്രദർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹാർവസ്റ്റ് TVയിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതുവരെ ബ്രദർ ഡോക്ടറിനെ എല്ലാം സമീപിച്ചു, ട്രീറ്റ്മെൻ്റ് എടുത്തു. ഡോക്ടേഴ്സിന് അസുഖം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്താണ് ബ്രദർ നമ്മുടെ ഹാർവസ്റ്റ് TVയിലെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സോളി സിസ്റ്റർ പ്രാർത്ഥിക്കുകയുണ്ടായി. അന്ന് പ്രോഗ്രാം സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് ഇതേ വിഷയത്താൽ ഭാരപ്പെടുകയായിരുന്നു. ആ വ്യക്തിക്ക് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ അത് ഏറ്റെടുത്തു. അന്ന് തന്നെ ബ്രദറുടെ കാലിന്റെ നീര് മാറിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ കാലിന്റെ പുകച്ചിൽ വീണ്ടും പുകച്ചിലുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഹാർവസ്റ്റ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സോളി സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, കാലിൽ പുകച്ചിലായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു, ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകുകയാണെന്ന്. ആ നിമിഷം മുതൽ ബ്രദറിന്റെ കാലിലെ പുകച്ചിലും മാറി. ഈ നിമിഷം വരെ പിന്നെ കാലിൽ നീരോ പുകച്ചിലായിരുന്നു, കാലിന് വേദനയായിരുന്നു, നീരായിരുന്നു. അത് കംപ്ലീറ്റ് മാറിപ്പോയി.
എവിടുന്ന വരുന്ന? മലപ്പുറത്തുനിന്ന്. മലപ്പുറം ഈ നമ്മുടെ പ്രോഗ്രാം നേരത്തെ കണ്ടിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ? ഞാൻ നാലാഞ്ചരയും കൊല്ലത്തൊക്കെ വന്നിട്ടുണ്ട്. കൊല്ലത്ത് 4-5 വന്നിട്ടുണ്ട്. ഓക്കെ, കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അതിന്റെ കൂടെ ബ്രദർ പറയുന്നത് ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ കർത്താവിന്റെ പ്രേരണയാൽ അതിനുശേഷം ബ്രദർ ജോലി ചെയ്തുണ്ടാക്കുന്ന ഒരു നന്മയിൽ നിന്ന് ഒരു ഭാഗം കർത്താവിന് കൊടുക്കുവാനായി തുടങ്ങി. ആമേൻ. അതൊരു വലിയ കാര്യമാണ്. മനസ്സുണ്ടായല്ലോ. ഞാൻ ഇന്ന് ബ്രദറിനെ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ബ്രദറിന്റെ ഈ ഷോൾഡർ, ഈ ഭാഗം മുഴുവൻ കൂനുണ്ട് ബ്രദറിന് ചെറുതായിട്ട്. ഓ, എത്ര വർഷം ജന്മനെ ഉള്ളത്? ജന്മനല്ല, ചെറുപ്പത്തിലെ വീണതാണ്. ഞാൻ 2 കാര്യം പ്രാർത്ഥിക്കാം. ഒന്ന്, ഈ ഭാഗത്ത് ബ്രദറിന്റെ കൈ വെച്ചിരിക്കുന്ന, കർത്താവ് കൈ വെച്ചിരിക്കുന്ന കണ്ടു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അവിടെ വേദനയും കഴപ്പും ഉണ്ടെന്ന്. ഇന്ന് നിങ്ങൾക്കൊരു സൗഖ്യം ദൈവം തരും. 2, നിങ്ങൾക്ക് ഇടയ്ക്ക് വരുന്നൊരു ശ്വാസം മുട്ടലുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു 14 വയസ്സ് മുതൽ 14 വയസ്സ് മുതൽ തുടങ്ങിയ കാര്യമാണ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പഠിക്കണൊക്കെ മുമ്പ് വിമിഷ്ടം വരാൻ തുടങ്ങിയ കാര്യമാണ്. ശരിയാണോ? ശരിയാണ്. ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പോൾ 56. 10-30 വർഷമായിട്ട് കൊണ്ട് കിടക്കണ സാധനമാണ്. എന്ന് ഞാൻ വിശ്വാസത്തോട് പറയട്ടെ, ഇന്ന് ആ ശ്വാസം മുട്ടൽ മാറും. പരിപൂർണമായിട്ട് നിങ്ങൾക്കൊരു സൗഖ്യം ഉണ്ടാകും. അത് മാത്രമല്ല ബ്രദറെ, ഞാൻ ഇങ്ങനൊരു സ്ഥലം ഇങ്ങനെ വരച്ച് കാണിക്കുക കർത്താവ്. ഈ ശ്വാസം മുട്ടലിനോടൊപ്പം ഈ ഭാഗത്ത് ഭയങ്കര ഒരു വേദന വരും. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വേദന ഇങ്ങനെ വായുന്ന മാതിരി വേദന വരും. അത് ഇന്ന് കർത്താവ് സൗഖ്യമാക്കും. യേശു നിങ്ങൾക്കൊരു പൂർണ്ണ വിടുതൽ തരുവായിരുന്നു. ഒന്ന് കൈകളടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഞാൻ ഈ ബ്രദറിന്റെ മേൽ ദൈവശക്തി ആവരിക്കുന്ന കാണാവേ. 2 കരമൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? 2 കരമൊന്ന് ഉയർത്തി കണ്ണടയ്ക്കാവോ? കർത്താവ് ഞങ്ങളുടെ ശക്തി ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന നന്ദിയപ്പോ. ഓ, നിങ്ങളും കൂടെ കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. അങ്ങയുടെ ശക്തി ശരീരത്തിന് മേൽ വ്യാപരിക്കുന്നതിന് നന്ദിയപ്പോ. എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങളും പൊട്ടിപ്പോട്ടെ. ഇന്നു മുതൽ ഇതിന്റെ ലങ്സുകൾ സൗഖ്യമാകട്ടെ. Right now in the name of Jesus. കർത്താവ് നീ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദിയപ്പോ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും സെപ്റ്റംബർ 29 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവത്തെ പരിചയപ്പെട്ടപ്പോൾ ഹൃദയത്തിലുണ്ടായിരുന്ന സന്തോഷം എത്ര വലുതാണ്. ആദ്യമായി ക്രിസ്തുവിനെ അനുഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു സൗഖ്യം ലഭിച്ചപ്പോൾ, അല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിൽ സന്തോഷിച്ചത്? അതേ ഉത്സാഹത്തോടും അതേ ഉത്കണ്ഠയോടും അതേ വിശ്വാസത്തോടുമാണോ ഇപ്പോഴും ആയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നു പോയിട്ടില്ല. ഇപ്പോഴും നിങ്ങളത് അനുഭവിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നത്. അല്ല, ആ ഉത്കണ്ഠയിൽ നിന്ന് പുറത്തു പോയെങ്കിൽ, അതിനോട് നിങ്ങൾ സെറ്റിലായെങ്കിൽ, ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ അനുഭവത്തിൽ ജീവിക്കാനായി കഴിയുന്നില്ല എന്ന് വേണം പറയാൻ. വിശ്വാസത്തോടായിരുന്നാട്ടെ, ജീവിക്കുന്നൊരു കർത്താവിനെ അനുഭവിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവജനത്തിൽ പറഞ്ഞിരിക്കുക, കർത്താവ് തൻ്റെ മക്കളോട് സംസാരിക്കുന്നത് വ്യത്യസ്തമായ വിധത്തിലാണ്. എന്നാൽ സാധാരണയായ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും കർത്താവ് സംസാരിക്കാറുണ്ട്. കർത്താവെ, ഇവരോരോരുത്തരും ആ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും എല്ലാം കാണുവാൻ, ദൈവത്തെ അനുഭവിക്കുവാൻ, ദൈവത്തെ കേൾക്കുവാൻ അപ്പാ നിൻ്റെ കൃപയെ പകരണമപ്പാ, നിൻ്റെ കൃപയെ പകരണമപ്പാ. യേശുവേ, നിൻ്റെ കൃപയെ പകരണമപ്പാ. കർത്താവിൽ സന്തോഷിക്കുന്ന വിധത്തിൽ ഈ കുടുംബങ്ങളായി തീരട്ടെ. അപ്പോൾ അവരുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലുടനീളം കർത്താവെ, ദൈനംദിന ജീവിതത്തിൽ അപ്പോൾ ഇവർ ഫേസ് ചെയ്യുന്ന ഓരോ മേഖലയിലും കർത്താവിൽ നിന്ന് കേൾക്കാൻ കഴിയട്ടെ അപ്പാ, കർത്താവിൽ നിന്ന് കേൾക്കാൻ കഴിയട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവെ, അവരതുവരെ ഒരു അടിമത്തത്തിലായിരുന്നു. അതുവരെ ഒരു പക്ഷേ രോഗമുണ്ടായിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും അന്നു മുതൽ അവൻ സൗഖ്യമായി തുടങ്ങി. അന്നു മുതൽ അവൻ ആരോഗ്യമുള്ളവനായി. കർത്താവെ, അപ്പോൾ രോഗം ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ, രോഗം ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ, പിശാചിൻ്റെ തന്ത്രങ്ങൾ ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ലങ്സിന് പ്രയാസമായിരിക്കുന്ന അതേപോലെ തന്നെ
വയറ്റിൽ വെള്ളം കിട്ടുന്നൊരു വ്യക്തിയെ കർത്താവ് കാണിക്കുകയാണ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ അവിടുത്തെ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിനോടായിരിക്കാം, അവനിൽ സന്തോഷിക്കാം, അനുഭവങ്ങളിൽ ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.